ജർമ്മനിയിൽ ജോലി സ്വപ്നം കാണുന്ന മലയാളികൾക്ക് ഒരു സന്തോഷ വാർത്ത. ഇന്ന് പരിചയപ്പെടുത്തുന്ന കമ്പനികൾ ലോക പ്രശസ്ത സ്ഥാപനങ്ങളാണ്. ഇവയുടെ ഔദ്യോഗിക കരിയർ പോർട്ടലിലൂടെ ഇന്ത്യയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ആദ്യം സീമെൻസ്. ഒഴിവുകൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഓട്ടോമേഷൻ എഞ്ചിനീയർ, പ്രോജക്ട് എഞ്ചിനീയർ. യോഗ്യത എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ ബന്ധപ്പെട്ട പ്രവൃത്തി പരിചയം. ബോഷ്. ഒഴിവുകൾ മാനുഫാക്ചറിംഗ് എഞ്ചിനീയർ, എംബഡഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, AI എഞ്ചിനീയർ, ക്വാളിറ്റി എഞ്ചിനീയർ, പ്രൊഡക്ഷൻ എഞ്ചിനീയർ. യോഗ്യത എഞ്ചിനീയറിംഗ്, IT അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് മേഖലകളിൽ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം. ജോലി പരിചയവും ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കമ്പനി DHL. വെയർഹൌസ് അസോസിയേറ്റ്, ലോജിസ്റ്റിക് കോർഡിനേറ്റർ, ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ്, സപ്ലൈ ചെയിൻ സ്പെഷ്യലിസ്റ്റ് എന്നീ യോഗ്യതകളുണ്ട്. ഡിഗ്രി ഇല്ലാത്ത ചില ലോജിസ്റ്റിക് ജോലികൾക്കും ചിലപ്പോൾ ലഭ്യമായേക്കാം. അത് ഔദ്യോഗിക വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. SAP. ഒഴിവുകൾ സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ക്ലൗഡ് എഞ്ചിനീയർ, ഡാറ്റ അനലിസ്റ്റ്, AI കൺസൾട്ടന്റ്. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ. ഡച്ച് ബാൻ. ഒഴിവുകൾ റെയിൽവേ ടെക്നീഷ്യൻ, ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ, സിവിൽ എഞ്ചിനീയർ, IT സ്പെഷ്യലിസ്റ്റ്. റെയിൽവേ, എഞ്ചിനീയറിംഗ്, ടെക്നിക്കൽ മേഖലകളിൽ വലിയ തോതിൽ നിയമനം നടക്കാറുണ്ട്. BMW ഗ്രൂപ്പ്. ജർമ്മനിയിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളിൽ ഒന്ന്. BMW ഗ്രൂപ്പ് അതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിലവിലുള്ള പ്രധാന മേഖലകൾ പ്രൊഡക്ഷൻ അസോസിയേറ്റ്, മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, ക്വാളിറ്റി മാനേജ്മെന്റ്, ലോജിസ്റ്റിക് സ്പെഷ്യലിസ്റ്റ്, IT സ്പെഷ്യലിസ്റ്റ്. യോഗ്യത ഡിപ്ലോമ, BTech, BE അല്ലെങ്കിൽ ബന്ധപ്പെട്ട മേഖലയിൽ പ്രവൃത്തി പരിചയം. മെഴ്സിഡസ് ബെൻസ് ഗ്രൂപ്പ്. ആഡംബര വാഹന നിർമ്മാണ രംഗത്തെ മുൻനിര കമ്പനി മെഴ്സിഡസ് ബെൻസ് ആണെന്ന് അറിയാം. പ്രൊഡക്ഷൻ ടെക്നീഷ്യൻ, മാനുഫാക്ചറിംഗ് എഞ്ചിനീയർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ, സപ്ലൈ ചെയിൻ സ്പെഷ്യലിസ്റ്റ് എന്നിവരുടെ ഒഴിവുകളുണ്ട്. പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച ശമ്പളവും വളർച്ചാ അവസരങ്ങളും ലഭിക്കും. എട്ടാമത്തെ കമ്പനി BASF. രാസവസ്തു നിർമ്മാണ രംഗത്തെ ലോകത്തെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്ന്. ഒഴിവുകൾ കെമിക്കൽ എഞ്ചിനീയർ, പ്രോസസ് എഞ്ചിനീയർ, പ്ലാന്റ് ഓപ്പറേറ്റർ, ലബോറട്ടറി ടെക്നീഷ്യൻ, പ്രൊഡക്ഷൻ അസിസ്റ്റന്റ്. ഒൻപതാമത്തെ കമ്പനി കോണ്ടിനെന്റൽ. ഓട്ടോമോട്ടീവ് ടെക്നോളജി മേഖലയിലെ പ്രമുഖ കമ്പനിയാണ് കോണ്ടിനെന്റൽ. ഒഴിവുകൾ വന്നിട്ടുള്ളത് മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ, സോഫ്റ്റ്വെയർ ഡെവലപ്പർ, പ്രൊഡക്ഷൻ എഞ്ചിനീയർ, ക്വാളിറ്റി എഞ്ചിനീയർ. പത്താമത്തെ കമ്പനിയിൽ വന്നത് ZF ഗ്രൂപ്പ്. ലോക പ്രശസ്ത ഓട്ടോമോട്ടീവ് ടെക്നോളജി കമ്പനിയാണ് ZF. ഒഴിവുകൾ മെക്കാനിക്കൽ എഞ്ചിനീയർ, മാനുഫാക്ചറിംഗ് എഞ്ചിനീയർ, ഓട്ടോമേഷൻ എഞ്ചിനീയർ, പ്രൊഡക്ഷൻ ഓപ്പറേറ്റർ, മെയിൻ്റനൻസ് ടെക്നീഷ്യൻ. അപ്പോൾ ഇതിൽ 10 കമ്പനികളിലെ നിരവധി ജോലി ഒഴിവുകളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ജർമ്മനിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മേഖലകൾ എന്ന് പറയുന്നത് നഴ്സിംഗ് ആൻഡ് ഹെൽത്ത് കെയർ, സോഫ്റ്റ്വെയർ ആൻഡ് IT, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ, മാനുഫാക്ചറിംഗ് ആൻഡ് പ്രൊഡക്ഷൻ, സ്കിൽഡ് ട്രേഡ്സ്, ഇലക്ട്രീഷ്യൻ, വെൽഡർ, CNC ഓപ്പറേറ്റർ, പ്ലംബർ, ഹോട്ടൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി. ഈ മേഖലകളിലെല്ലാം യോഗ്യതയും അനുഭവ പരിചയവുമുള്ളവർക്ക് വളരെയധികം അവസരങ്ങൾ ജർമ്മനിയിൽ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ശമ്പളം ജോലി അനുഭവം അനുസരിച്ച് അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ജോലി എന്നുള്ളതും അതുപോലെ തന്നെ യോഗ്യതയ്ക്ക് അനുസരിച്ചും ശമ്പളത്തിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ ഏത് നഗരത്തിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് എന്നതനുസരിച്ചും നിങ്ങളുടെ ശമ്പളത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. ഏകദേശ പ്രതിമാസ ശമ്പളം എന്ന് പറയുന്നത് 2400 യൂറോ മുതൽ 3200 യൂറോ വരെയാണ് വെയർഹൌസ് ആൻഡ് ലോജിസ്റ്റിക്സ് മേഖലയിൽ കിട്ടാറുള്ളത്. പ്രൊഡക്ഷൻ ജോബുകളിൽ 2500 യൂറോ മുതൽ 3500 യൂറോ വരെയും, ടെക്നീഷ്യൻസിന് 3000 മുതൽ 4500 യൂറോ വരെയും, എഞ്ചിനീയർമാർക്ക് 4500 മുതൽ 7000 യൂറോ വരെയും, സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസിന് 5000 മുതൽ 8000 യൂറോ വരെയുമാണ് സാധാരണ ഒരു ശമ്പളം ലഭിക്കുന്ന പതിവുള്ളത്. എല്ലാ ജോലികൾക്കും ജർമ്മൻ ഭാഷ നിർബന്ധമല്ല. ചില ജോലികൾക്ക് മാത്രം, പ്രത്യേകിച്ച് നേഴ്സ് ജോലിക്കെല്ലാം ജർമ്മൻ ഭാഷ നിർബന്ധമാണ്. ചില ITയും അന്താരാഷ്ട്ര കമ്പനികളിലും ഇംഗ്ലീഷ് മാത്രം ഉപയോഗിച്ച് ജോലി ചെയ്യാൻ സാധിക്കും. ആരോഗ്യരംഗം, കസ്റ്റമർ സർവീസ്, ടെക്നിക്കൽ ജോലികൾ എന്നിവയ്ക്ക് ജർമ്മൻ ഭാഷാ പരിജ്ഞാനം ആവശ്യമാണ്. വിസ ജോലി ലഭിച്ചതിനു ശേഷം സാധാരണയായി തൊഴിൽ വിസയ്ക്കോ അനുയോജ്യമായ ജർമ്മൻ തൊഴിൽ കുടിയേറ്റ മാർഗങ്ങൾക്കോ അപേക്ഷിക്കാം. ചില ഉയർന്ന യോഗ്യതയുള്ള ജോലികൾക്ക് EU ബ്ലൂ കാർഡ് ലഭിക്കാൻ സാധ്യതയുണ്ട്. യോഗ്യത ഓരോ ജോലിയുടെയും നിബന്ധനകൾ അനുസരിച്ചിരിക്കും. അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഔദ്യോഗിക കരിയർ പോർട്ടൽ വഴി മാത്രം അപേക്ഷിക്കുക എന്നുള്ളതാണ്. യൂറോപ്യൻ മാതൃകയിലുള്ള CV തയ്യാറാക്കണം. വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്ക് പണം നൽകുന്നതിന് മുൻപ് സ്ഥാപനത്തിന്റെ വിശ്വാസ്യത പരിശോധിക്കുക. ജോലി വിവരണം, ഭാഷാ ആവശ്യകത,
യോഗ്യത എന്നിവ ശ്രദ്ധിച്ചു വായിക്കുക. ഈ വീഡിയോയിൽ പറഞ്ഞ കമ്പനികളുടെ ഔദ്യോഗിക കരിയർ പേജുകൾ വീഡിയോയുടെ വിവരണത്തിൽ ചേർത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരിട്ട് നിലവിലുള്ള ഒഴിവുകൾ പരിശോധിച്ച് അപേക്ഷിക്കാം. ഇത്തരം വിശ്വാസ്യതയുള്ള വിദേശ തൊഴിൽ വാർത്തകളും ഔദ്യോഗിക അപേക്ഷാ വിവരങ്ങളും സ്ഥിരമായി ലഭിക്കാൻ തൊഴിൽ ജാലകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ അവസരങ്ങളുമായി വീണ്ടും കാണാം.